ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടോക്സിൻ്റെ ലീഗൽ അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആളുകൾക്ക് കൺഫ്യൂസിംഗ് എന്ന് പറയാൻ പറ്റില്ല, പുതിയ കോഡൊക്കെ വന്നതുകൊണ്ട് ഏറ്റവും അധികം ആളുകൾ പേടിച്ചിരിക്കുന്ന എങ്ങനെ പഠിക്കണം, എന്തു പഠിക്കണം എന്നൊക്കെ കരുതി വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുന്ന, വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ BNS 2023 കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ക്രിമിനൽ നിയമ സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ BNS എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഒരു മേജർ ഒരു വൈറ്റൽ പാർട്ടാണ്, അതിൻ്റെ ഒരു കോർണർ സ്റ്റോൺ ആണ്. നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും വലിയ പീനൽ സ്റ്റാറ്റ്യൂട്ട് ആയിരുന്നു ഇന്ത്യൻ പീനൽ കോഡ് 1860. ഏതാണ് രാജ്യത്തെ ഏറ്റവും വലിയ പീനൽ സ്റ്റാറ്റ്യൂട്ട്? ഇന്ത്യൻ പീനൽ കോഡ് 1860 ആയിരുന്നു. അതാണ് നമ്മൾ 2023 മാറ്റി സ്ഥാപിച്ചത്. അപ്പോൾ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പീനൽ സ്റ്റാറ്റ്യൂട്ട് ഏതാണ്? അത് ഭാരതീയ ന്യായ സംഹിതയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് 1860 ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചും അതിന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രൊവിഷൻസിനെ കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാൻ പായോ? യെസ്. അപ്പോൾ നമ്മൾ ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് അതിനെ സംബന്ധിക്കുന്ന ചില ഫാക്റ്റുകളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് അതിനെ സംബന്ധിക്കുന്ന ചില ഫാക്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. യെസ്. ഒന്നാമത്തെ കാര്യം, PSC സാധാരണഗതിയിൽ ചോദിക്കാറില്ല, എന്നാലും ചില പരീക്ഷകൾക്ക്, 1-2 പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. എന്താണ് ആക്ട് നമ്പർ? എത്രാമത്തെ ആക്ട് ആണ് ഭാരതീയ ന്യായ സംഹിത എന്ന് ചോദിക്കാം. ഭാരതീയ ന്യായ സംഹിത 2023 ആക്ട് നമ്പർ 45 ആണ്. 2023 ആക്ട് നമ്പർ 45 ആണ്. ഇനി ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇറ്റ് റീപ്ലേസ് ദി 164-year-old ഇന്ത്യൻ പീനൽ കോഡ് 1860. 1860 ആരാണ് ഇന്ത്യൻ പീനൽ കോഡ് എഴുതി ഉണ്ടാക്കിയ വ്യക്തി? ആരാടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്? യെസ്, TB മക്കോളെ, അല്ലെങ്കിൽ ആരാണ്? തോമസ് ബബിൻറ്റൺ മക്കോളെ. തോമസ് ബബിൻറ്റൺ മക്കോളെ അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ സുപ്രധാനമായ 25 വർഷങ്ങൾ എടുത്തുകൊണ്ട്, തനിക്ക് ഏറ്റവും വിലപ്പെട്ട തന്റെ ജീവിതത്തിന്റെ 1/3 ഭാഗം എടുത്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഒരു പീനൽ സ്റ്റാറ്റ്യൂട്ട് എഴുതി ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡ് എഴുതി ഉണ്ടാക്കാൻ അദ്ദേഹം എടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് 1835 മുതൽ 1859 വരെയാണ്. 1860 ഇന്ത്യൻ പീനൽ കോഡ് നിയമമായത്. 1862 ഏപ്രിൽ 1 മുതലാണ് ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത്. നിർഭാഗ്യവശാൽ ഈ വലിയ പീനൽ കോഡ് എഴുതി ഉണ്ടാക്കിയെങ്കിലും അതൊരു നിയമമായി കാണാനുള്ള ഭാഗ്യമൊന്നും ആർക്ക് ലഭിച്ചില്ല? നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ബബിൻറ്റൺ മക്കോളെ പ്രഭുവിന് ലഭിച്ചില്ല. അതിനു മുമ്പ് അദ്ദേഹം മരണമടഞ്ഞു. അപ്പോൾ തന്റെ ജീവിതത്തിന്റെ 25 വർഷങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് തോമസ് ബബിൻറ്റൺ മക്കോളെ എന്ന TB മക്കോളെയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇന്ത്യൻ പീനൽ കോഡിന്റെ ഡ്രാഫ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുത്ത ഒരു ബ്രിട്ടീഷ് നിയമജ്ഞനുണ്ട്. ഇന്ത്യൻ പീനൽ കോഡിന്റെ ഡ്രാഫ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുത്ത ദ ഫേമസ് ബ്രിട്ടീഷ് ജൂറിസ്റ്റ് ഹൂ corrected the draft of ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡിന്റെ ഡ്രാഫ്റ്റ് കറക്റ്റ് ചെയ്ത് തോമസ് ബബിൻറ്റൺ മക്കോളയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകി ഇന്ന് കാണുന്ന രീതിയിൽ ഇന്ത്യൻ പീനൽ കോഡിനെ ആക്കി വെച്ച വ്യക്തിയുടെ പേര് കുറിച്ചു വെക്കുക: ജോർജ് ബർണസ് പീകോക്ക്. ഓക്കെ, ആരാണ്? ജോർജ് ബർണസ് പീകോക്ക് ആണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ ഇന്ന് കാണുന്ന രീതിയിൽ ഇന്ത്യൻ പീനൽ കോഡിനെ അതിന്റെ ഡ്രാഫ്റ്റ് കറക്റ്റ് ചെയ്ത് റെഡിയാക്കിയത്. അപ്പോൾ ജോർജ് ബർണസ് പീകോക്ക്. ഫാക്ട് കുറിച്ച് വെച്ചോ. അപ്പം എന്താണ്? 164 വർഷം നീണ്ടു നിന്ന, അല്ലെങ്കിൽ 164 വർഷത്തെ ലെഗസി ഉണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് എന്ത് ചെയ്തു? ഭാരതീയ ന്യായ സംഹിത വന്നതോട് കൂടിയിട്ട് അകാല ചരമത്തിൽ ആണ്ടു. അടുത്തത്, ദ ഭാരതീയ ന്യായ സംഹിത വാസ് പ്രസന്റഡ് ആൻഡ് പാസ്ഡ് ഓൺ ലോക്സഭ ബൈ അമിത് ഷാ ഓൺ 20th December 2023. കുറിച്ച് വെക്കേണ്ടതാണ്. എന്നാണ് ലോക്സഭയിൽ പ്രസന്റ് ചെയ്ത് പാസ്സാക്കിയത്? 20th December 2023. രാജ്യസഭ പാസ്സാക്കിയത് 21st December 2023. പിറ്റേ ദിവസം തന്നെ രാജ്യസഭ പാസ്സാക്കി. ആൻഡ് ഓൺ 25th December 2023 ക്രിസ്മസ് രാത്രിയിൽ എന്ത് ചെയ്തു? ദ പ്രസിഡന്റ് ഗേവ് അസെന്റ്. എന്ത് ചെയ്തു? പ്രസിഡന്റ് ബില്ലിന് അസെന്റ് കൊടുത്തു. 2020 December 2023 ലോക്സഭ, 21 December 2023 രാജ്യസഭ, 25 December 2023 പ്രസിഡൻഷ്യൽ അസെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളായപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്
പുതിയ ഭാരതീയ ക്രിമിനൽ നടപടിക്രമങ്ങളായ അല്ലെങ്കിൽ ഭാരതീയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇത് മൂന്നും നിലവിൽ വന്ന ഡേറ്റ് കുറിച്ച് വെക്കുക 2024 ജൂലൈ 1. ഇതെല്ലാം നിലവിൽ വന്ന ഡേറ്റ് കുറിച്ച് വെക്കുക. എന്നടേ ഇതൊക്കെ നിലവിൽ വന്നത് 2024 ജൂലൈ 1. അപ്പൊ ഇത്രയും പോയിന്റുകൾ കിട്ടിയോ? യെസ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ കിട്ടിയോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകട്ടെ. യെസ്. അപ്പൊ എന്നാണ് ഇത് നിലവിൽ വന്നത് എന്ന് പറയുന്നുണ്ട് 2024 ജൂലൈ 1. ദി ഫസ്റ്റ് കേസ് അണ്ടർ ദ ന്യൂ കോഡ് വാസ് രജിസ്റ്റേർഡ് അറ്റ് ഗ്വാളിയാർ. പുതിയ കോഡ് പ്രകാരമുള്ള ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയാറിലാണ്. യെസ്. ആ പോയിന്റ് കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. യെസ്. അപ്പൊ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, ചില പുതിയ കുറ്റകൃത്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മോബ് ലിഞ്ചിങ്, ആൾക്കാർ സംഘം ചേർന്ന് ഒരാളെ തല്ലിക്കൊല്ലുക, മോബ് ലിഞ്ചിങ് തുടങ്ങിയിട്ടുള്ള പുതിയ പുതിയ കുറ്റകൃത്യങ്ങൾ. എത്ര കുറ്റകൃത്യങ്ങൾ? പുതിയ 20 കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർത്തു. 19 എണ്ണം എന്ത് ചെയ്തു, 19 പഴയ കുറ്റകൃത്യങ്ങൾ റദ്ദാക്കി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ സെക്ഷൻ 377 അൺനാച്ചുറൽ ഒഫൻസസ്, സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്, അത് നിലനിൽക്കുകയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത് കൊണ്ട് തന്നെ അൺനാച്ചുറൽ ഒഫൻസസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൽ, ഭാരതീയ ന്യായ സംഹിതയിൽ ഇല്ല. സെക്ഷൻ 309 IPC എന്താണ്, അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്, ആത്മഹത്യാ ശ്രമം. നമുക്കറിയാം ഇന്ത്യയിൽ ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്നത് 1 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമായിരുന്നു. അതെന്ത് ചെയ്തു, അത് ഒന്ന് അൾട്ടർ ചെയ്തു. അത് പൂർണ്ണമായും ഇല്ലാതായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാതായിട്ടില്ല. സെക്ഷൻ 226 ഓഫ് BNS, ഭാരതീയ ന്യായ സംഹിതയുടെ 226 വകുപ്പ് പ്രകാരം ആത്മഹത്യാ ശ്രമം ഒരു കുറ്റകൃത്യമാണ്. പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആത്മഹത്യാ ശ്രമം കുറ്റകരമാകുന്നത്, ഇപ്പൊ നിങ്ങൾക്കൊരു പ്രേമനൈരാശ്യം ഉണ്ടായി, അതുകൊണ്ട് നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്തു. അപ്പൊ സ്റ്റേറ്റിന്റെ കൺസേൺ എന്താണ്, നീയൊക്കെ എന്തോ ചെയ്യും. ഓക്കെ, സ്റ്റേറ്റിന് നിങ്ങൾ പ്രേമനൈരാശ്യത്തിന്റെ പുറത്തോ കടബാധ്യതയുടെ പുറത്തോ ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങളെ കേസ് എടുത്തുകൊണ്ടുപോയി ജയിലിലിട്ട് പിന്നെയും പീഡിപ്പിക്കാൻ സ്റ്റേറ്റിന് ഉദ്ദേശമില്ല. നേരെ മറിച്ച് attempt to commit suicide, attempt to commit suicide, to suicide, to restrain a public servant from the lawful discharge of his duty. എന്താണ് attempt to commit suicide, to restrain a public servant from the lawful discharge of the duty, അതാണ് ഒഫൻസ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ അഡൾട്ടറി ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം എന്തായിരുന്നു, അഡൾട്ടറി 497. ഓക്കെ, 497 പ്രകാരമുള്ള അഡൾട്ടറി എന്തായിരുന്നു, ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഒരു ഒഫൻസ് ആയിരുന്നു. എന്നാൽ പല കേസിന്റെ കേസ് കൃത്യമായിട്ട് ഓർക്കുക. ഏതാണ്, ജോസഫ് ഷൈൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ജോസഫ് ഷൈൻ കേസ്. ഓക്കെ, ജോസഫ് ഷൈൻ കേസ്. അപ്പം ജോസഫ് ഷൈൻ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു എന്താണ്, അഡൾട്ടറി എന്ന് പറയുന്നത് എന്തല്ല, അഡൾട്ടറി ഒരു ഒഫൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് ജോസഫ് ഷൈൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ അഡൾട്ടറി എന്ത് ചെയ്തു, അഡൾട്ടറി ഒരു ഒഫൻസിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ 20 പുതിയ ഒഫൻസുകൾ ഇന്ത്യൻ പീനൽ കോഡിലേക്ക് ആഡ് ചെയ്തപ്പോൾ 19 പഴയ ഒഫൻസുകൾ ഒഫൻസ് അല്ലാതെ മാറുകയും ചെയ്തു ഭാരതീയ ന്യായ സംഹിതയിൽ. അപ്പോൾ ഓർത്ത് വെക്കുക. ഇനി യെസ്, അടുത്തൊരു പോയിന്റ് വരുന്നത് പണിഷ്മെന്റിനെ കുറിച്ചാണ്. ദ പണിഷ്മെന്റ് ഓഫ് ഇംപ്രിസൺമെന്റ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ഫോർ 33 ഒഫൻസസ്. 33 കുറ്റകൃത്യങ്ങൾക്ക് എന്ത് ചെയ്തു, ഇത്രയും കാലം കൊടുത്തിരുന്ന തടവ് ശിക്ഷ എന്ത് ചെയ്തു, അത് കൂട്ടി. ആൻഡ് ഫൈൻസ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ഫോർ 83 ഒഫൻസസ്. 83 കുറ്റകൃത്യങ്ങൾക്ക് എന്ത് ചെയ്തു, ഫൈൻസ് വർദ്ധിപ്പിച്ചു. എ മാൻഡേറ്ററി മിനിമം പണിഷ്മെന്റ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ 23 ഒഫൻസസ്. 23 പുതിയ ഒഫൻസുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മിനിമം പണിഷ്മെന്റ്. കോടതിയിൽ പോയി മാപ്പ് പറയുകയോ അപ്പോളജി എഴുതി കൊടുക്കുകയോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ എന്തില്ല, കേസ് ഇല്ലാതാകുന്നില്ല. മിനിമം എന്ത് ചെയ്യണം, ഇത്ര ദിവസം ജയിലിൽ കിടക്കണം എന്നുള്ള ഒരു ലൈൻ വന്നുകൊണ്ട് എന്ത് ചെയ്തു, അപ്പം 33 ഒഫൻസുകളുടെ ഇംപ്രിസൺമെന്റ് എൻഹാൻസ് ചെയ്തു, 83 ഒഫൻസുകളുടെ ഫൈൻ എൻഹാൻസ് ചെയ്തു, 23 ഒഫൻസസിന് എന്ത് ചെയ്തു, 23 ഒഫൻസസിന് മിനിമം ഇംപ്രിസൺമെന്റ് ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നു. യെസ്, പിന്നെ എന്താണ്, ഇത് ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ലാത്തൊരു സാധനമായിരുന്നു. IPC ഇല്ലാത്തതും എന്നാൽ BNS ഉള്ളതുമായൊരു സാധനമായിരുന്നു കമ്മ്യൂണിറ്റി സർവീസ്. ഓക്കെ, IPC ഇല്ലാത്തതും
BNS ഉള്ളതുമായ ഒരു സാധനമാണ് കമ്മ്യൂണിറ്റി സർവീസ്. അതായത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കുറ്റം ചെയ്തു, പക്ഷേ എന്താണ് ആ കുറ്റം എന്ന് പറയുന്നത് ഒരു ഹീനിയസ് ആയിട്ടുള്ളതല്ല, ഒരു ഗ്രേവ് നേച്ചർ ഉള്ളതല്ല. എന്താണ് പിന്നെ എന്താണ് ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്ത വ്യക്തിയുടെ പ്രായവും അദ്ദേഹത്തിൻ്റെ ഭാവിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ചില കേസുകളിൽ എന്ത് ചെയ്യില്ല, കമ്മ്യൂണിറ്റി സർവീസ് നിർദ്ദേശിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന സർക്കാർ ആശുപത്രി വൃത്തിയാക്കുക, അഗതി മന്ദിരത്തിൽ അവിടുത്തെ ജോലി ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലേക്കൊക്കെ മാറ്റി കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ലായിരുന്നു. അത് ഭാരതീയ ന്യായ സംഹിതയിൽ കൊണ്ടുവന്നു. ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ലായിരുന്നു, അത് ഭാരതീയ ന്യായ സംഹിതയിൽ കൊണ്ടുവന്നു. യെസ്, അപ്പോൾ ആ പോയിന്റുകൾ ഇത്രയുമായിട്ട് ഓർത്ത് വെക്കുക. സോ അപ്പോൾ നമ്മൾ ഭാരതീയ ന്യായ സംഹിതയുടെ BNSൻ്റെ ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഭാരതീയ ന്യായ സംഹിതയ്ക്ക് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, അത് ഏറ്റവും ഫാക്റ്റുകളൊക്കെ അതിൽ കൊടുത്ത് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പതുക്കെ ഇതിൻ്റെ ഫാക്ട്സിലേക്ക്, അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അതിൻ്റെ സെക്ഷൻ വൈസ് നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് പഠിച്ചതുപോലെ അതിൻ്റെ സെക്ഷനുകളും അതിൻ്റെ ഡെഫിനീഷൻസും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സെറ്റല്ലേടെ? യെസ്, എല്ലാവരും സെറ്റല്ലേടെ? പതുക്കെ പഠിച്ചു തുടങ്ങിയാലോ? യെസ്, പതുക്കെ പഠിച്ചു തുടങ്ങിയാലോ? യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, നമുക്ക് പതുക്കെ പഠിച്ചു തുടങ്ങാം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് അറിയാം BNS ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇതെല്ലാമാണല്ലോ. അപ്പം ഇതിൻ്റെ എല്ലാം ലോക്കൽ അല്ലെങ്കിൽ ഫോക്കസ് പോയിന്റ് എന്താണ്? ഇതിൻ്റെ എല്ലാം ഫോക്കസ് പോയിന്റ് നമ്മൾ ഈ പണ്ടത്തെ റിപ്പീൽ ചെയ്ത സ്റ്റാറ്റിക് ക്രിമിനൽ ലോസ് ആണ് എങ്കിലും അല്ല നമ്മുടെ ന്യൂ ക്രിമിനൽ ലോസ് ആണ് എങ്കിലും ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഫോക്കസ് പോയിന്റ് എന്താണ്? ഇതിൻ്റെ എല്ലാം ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ക്രൈം. ക്രൈമാണ് ഇതിൻ്റെ എല്ലാം ഫോക്കസ് പോയിന്റ്. അപ്പം നമുക്ക് മനസ്സിലാക്കണമല്ലോ എന്താണ് ഒരു ക്രൈം. ഒരു കാര്യം എങ്ങനെയാണ് ക്രൈം ആവുക? ഒരു കാര്യം ഒരു ക്രൈം ആകുന്നത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ സൺഡേ പള്ളിയിൽ പോയില്ല. ഓക്കെ, സൺഡേ നമ്മൾ ചർച്ചിൽ പോയില്ല, പള്ളിയിൽ പോയില്ല. അതൊരു ക്രൈം ആകുമോ? അതല്ല എങ്കിൽ എന്താണ്? നമ്മൾ പാരൻസിനോട് കർവിച്ച് സംസാരിച്ചു, അപ്പനോടും അമ്മയോടും എന്ത് ചെയ്തു? നമ്മൾ ഇച്ചിരി കർവിച്ച് ഇച്ചിരി ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അതൊരു ക്രൈം ആകുമോ? അതൊരു ക്രൈം ആകുമോ? അപ്പം അതിൻ്റെ ഉത്തരം ഇതൊന്നും ക്രൈമല്ല, ഇതെല്ലാം സിന്നാണ്. ഇതൊന്നും എന്തല്ല, കുറ്റകൃത്യമല്ല, മറിച്ച് പാപമാണ്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഒരു ബൗണ്ടറി ലൈനുണ്ട്, നോക്കൂ, ഒരു വരയുണ്ട്. ഈ വരയാണ് ക്രൈമിനെയും സിന്നിനെയും വേർതിരിക്കുന്നത്. ഈ വരയാണ് ക്രൈമിനെയും സിന്നിനെയും വേർതിരിക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യം, എന്താണ് ഈ വര? ഒരു കാര്യം ക്രൈം ആകുന്നത് എങ്ങനെയാണ്? അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വര എന്ന് പറയുന്നത് അതെന്താണ്? ലോ ഇൻ ഫോഴ്സ്, നിലവിലുള്ള നിയമമാണ് ഈ വര. മനസ്സിലായോ? അതായത് നമ്മൾ എപ്പോഴും ഒരു ക്രൈമിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒഫൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് CRPC സെക്ഷൻ 2 സബ് ക്ലോസ് N, ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ 2-ാം വകുപ്പ് ഉപവകുപ്പ് N-ലാണ് ഒഫൻസിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു ഒഫൻസ് ആവുന്നത് എപ്പോഴാണ്? An offense means any act or omission made punishable by any law for the time being in force. Okay. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? An offense is an act or omission made against the an offense is an act or omission punishable under the law in force. രാജ്യത്ത് നിലനിൽക്കുന്ന, രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ള ആ പർട്ടിക്കുലർ ആക്ട് ചെയ്യുമ്പോൾ നിലവിലുണ്ടായിരുന്ന ഒരു പ്രവൃത്തി അതിനെ നിയമം കുറ്റകരമാക്കുന്നുണ്ട് എങ്കിൽ, നിയമം ശിക്ഷാർഹമാക്കുന്നുണ്ട് എങ്കിൽ അതെന്താണ്? അതൊരു ഒഫൻസ് ആണ്. അപ്പോൾ ഇവിടെ പറയുക
ഒഫൻസ് മീൻസ് an act or omission made punishable by any law for the time being in force. ഓക്കെ, അപ്പോൾ ഇത്ര ഓർത്ത് വെക്കുക. ഇവിടെ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയാണ്. ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയാണ്. ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷയാണ്. ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഉപേക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒമിഷൻ, അതായത് ഒമിഷന് നമുക്ക് ഡിഫോൾട്ടിംഗ് ഒബ്ലിഗേഷൻ എന്ന് പറയാം. ഒമിഷന് നമുക്ക് ഡിഫോൾട്ടിംഗ് ഒബ്ലിഗേഷൻ എന്ന് പറയാം. എന്താണ് ഈ ഡിഫോൾട്ടിംഗ് ഒബ്ലിഗേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യെസ്, എന്താണ് ഈ ഡിഫോൾട്ടിംഗ് ഒബ്ലിഗേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് നമ്മളെ കൃത്യമായ ഒരു പണി ഏൽപ്പിച്ചു, ആ പണി നമ്മൾ കൃത്യമായി ചെയ്യുന്നില്ല, അതിനെയാണ് ഡിഫോൾട്ടിംഗ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എന്ത് ചെയ്യാണ്, ഞാനും നമ്മുടെ ഒരു സുഹൃത്തും കൂടി നമ്മുടെ വർക്കല കടപ്പുറത്ത് കൂടി ഇച്ചിരി കപ്പലണ്ടിയൊക്കെ മേടിച്ച് കപ്പലണ്ടിയൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു സായിപ്പ് വെള്ളത്തിൽ മുങ്ങി ചാവാൻ ശ്രമിക്കുന്നു. അദ്ദേഹം കയ്യുകാലൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ച് കയറാൻ വരുന്നു, അദ്ദേഹം മുങ്ങിപ്പോകുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, വാടാ നമുക്ക് പോയി രക്ഷിച്ചിട്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പുതിയ ഷർട്ട് അതിൽ ഉപ്പുവെള്ളം ആവും, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു പോകുന്നു. സായിപ്പ് അവിടെ കിടന്ന് മരിച്ചുപോയി. അപ്പോൾ അവിടെ ചോദിക്കുന്നത്, സായിപ്പിനെ രക്ഷിച്ചില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടോ? ഞാൻ സായിപ്പിനെ രക്ഷിച്ചില്ല, അവിടെ മുങ്ങിച്ചാവാൻ പോയ സായിപ്പിനെ ഞാൻ രക്ഷിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടോ? ഇല്ല, എനിക്കവിടെ ഒരു ലയബിലിറ്റിയും ഇല്ല. കാരണം അതെൻ്റെ ഒബ്ലിഗേഷൻ അല്ല. നേരെ മറിച്ച് ഞാനൊരു ലൈഫ് ഗാർഡ് ആയിരിക്കുകയും ഞാൻ ആ പ്രവൃത്തിയിൽ എനിക്ക് ഒബ്ലിഗേഷനായി. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ സായിപ്പ് താണ്ടട അവിടെ കിടന്ന് മുങ്ങിച്ചാവാൻ നോക്കുന്നു. ഞാൻ ലൈഫ് ഗാർഡാണ്. ഞാൻ നോക്കുമ്പോൾ സായിപ്പ് താണ്ടട അവിടെ കിടന്ന് മുങ്ങിച്ചാവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കരുതി എന്താണ്, ഇനിയിപ്പോൾ ഇവിടുന്ന് ചാടണം, കടലിൽ പോകണം, അവിടം വരെ നീന്തണം, ബുദ്ധിമുട്ടാ. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് കൺട്രോൾ റൂമിൽ ഇൻഫർമേഷൻ കൊടുക്കുക മാത്രമാണ് ചെയ്തത്. സായിപ്പ് അവിടെ മുങ്ങി മരിച്ചു. അപ്പം അവിടെ എനിക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടോ? ഉണ്ട്. കാരണം എന്നാ, അതെൻ്റെ പണിയാ. ഓക്കെ, എൻ്റെ ഒബ്ലിഗേഷനാണ് അദ്ദേഹത്തെ രക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെയാണ് ഒമിഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പം അതിനെയാണ് ഒമിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, സെറ്റ് അല്ലേ? യെസ്, ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താണൊരു ഒഫൻസ് എന്ന് പറഞ്ഞാൽ കിട്ടിയല്ലോ. An offense is an act or omission punishable by any law in force. രാജ്യത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു നിയമം ഒരു വ്യക്തിയെ പണിഷ് ചെയ്യുന്നു, താൻ ചെയ്ത പ്രവൃത്തിക്ക് പണിഷ് ചെയ്യുന്നു എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? ഒഫൻസ് എന്ന് പറയുക. പോയിന്റ് കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഓഫ് എ ക്രൈം. ഒരു ക്രൈം എന്ന് പറയുന്നതിന് ചില കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റുകളുണ്ട്. ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കാര്യവും ക്രൈം ആവില്ല. ക്രൈം ആകണമെങ്കിൽ അതിനെന്തുണ്ട്? ചില കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ക്രൈം ആകുവാനുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം. എന്തായിരിക്കണം? ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം. ക്രൈം എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ നോക്കാൻ നമ്മുടെ പല ഭാഗത്തും ഒക്കെ ഇപ്പോൾ കടുവ ഇറങ്ങുന്നുണ്ട്. ഒരു കടുവ ഇറങ്ങി ഒരു മനുഷ്യനെ കടിച്ച് കൊന്ന് വലിച്ച് കീറി ഇട്ട് കഴിഞ്ഞാൽ കടുവയ്ക്കെതിരെ മർഡറിന് കേസെടുക്കാൻ പറ്റുമോ? സെക്ഷൻ 300 മർഡർ, അതല്ല എങ്കിൽ സെക്ഷൻ 299. ഓക്കെ, സെക്ഷൻ 299 കൾപ്പബിൾ ഹോമിസൈഡ് കേസെടുക്കാൻ പറ്റുമോ? ഇനി അതുമല്ല, നമ്മുടെ ആന, നമ്മുടെ കുറുമ്പൻ. യെസ്, കുറുമ്പൻ എന്ത് ചെയ്യണം? ഒരു ഉത്സവത്തിനൊക്കെ പോയി എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇച്ചിരി കുറുമ്പ് കാണിച്ചു. ഒരു 5 പേരെ നിലത്തെടുത്ത് തുണി അലക്കുന്നത് പോലെ എടുത്ത് അലക്കി അവർ മരിച്ചുപോയി. എന്നാൽ ആനയ്ക്കെതിരെ ഒരു കേസ് എടുത്തേക്കാം. സെക്ഷൻ 304A പ്രകാരം ആക്ട് കോസ്ഡ് ഡ്യൂ ടു റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആക്ട് കേസെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡിന് കേസെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഒരു ക്രൈം അവിടെ നടക്കണമെങ്കിൽ അതൊരു ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു ക്രൈം അവിടെ നടക്കണമെങ്കിൽ ഒരു ക്രൈം ചെയ്യാൻ കഴിയുന്നത് ആർക്ക് മാത്രമാണ്? ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമാണ്. ദി ഫസ്റ്റ് എലമെന്റ് റിക്വയർഡ് ദാറ്റ് ദി ആക്ട് ഷുഡ് ഹാവ് ബീൻ ഡൺ ബൈ എ ഹ്യൂമൻ ബീയിങ് ബിഫോർ ഇറ്റ് ക്യാൻ ബി കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രൈം. അപ്പൊ എന്താണ്? ഒരു ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
ഒരു ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമേ ക്രൈം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമേ ക്രൈം ചെയ്യാൻ പറ്റുകയുള്ളൂ. യെസ്, പിന്നെ എന്താണ് അതിൽ കൾപ്പബിലിറ്റി എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അത് നമ്മൾ ജനറൽ എക്സെപ്ഷൻസ് പഠിക്കുമ്പം ചാപ്റ്റർ 3 ഓഫ് ദ ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ചാപ്റ്റർ 4 ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ് ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ജനറൽ എക്സെപ്ഷൻസ്. അപ്പോൾ ഈ ജനറൽ എക്സെപ്ഷൻസ് പഠിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഓക്കെ, എന്താണ് സംഭവം, ഈ കൾപ്പബിലിറ്റി ഫാക്ടർ എവിടെയാണ് വരിക, കൾപ്പബിലിറ്റി ഏതൊക്കെ കേസിലാണ് കൾപ്പബിലിറ്റി ഇല്ലാത്തത് എന്ന്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത പോയിന്റ്, അപ്പോൾ ആദ്യത്തെ പോയിന്റ് കിട്ടി. ഇനി രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഒന്നാമത്തത് എന്താണ് ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം. രണ്ടാമത്തത് നോക്കൂ, രണ്ടാമത്തത് മെൻസ്രിയ ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് ഈ മെൻസ്രിയ? മെൻസ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽറ്റി മൈൻഡ്. മെൻസ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗിൽറ്റി മൈൻഡ്. തെറ്റ് ചെയ്യാനുള്ള ഇന്റൻഷൻ ഉണ്ടാവുക. ഓക്കെ, എന്താണ്? തെറ്റ് ചെയ്യുവാനുള്ള ഇന്റൻഷൻ ഉണ്ടാവുക, ഗിൽറ്റി മൈൻഡ്. അവനെ ഇടിക്കുക എന്ന ഉദ്ദേശം വെച്ച് പോയി ഇടിക്കുക. അതല്ലാതെ എന്താണ്, അവൻ മേത്തോട്ട് വീഴാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് തടഞ്ഞു, അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ മുഷ്ടി അവൻ്റെ മൂക്കിന് കൊണ്ട് മൂക്കിൻ്റെ പാലം ഒടിഞ്ഞു. അവിടെ നമുക്ക് ഇൻറ്റൻഷൻ ഇല്ല. പക്ഷെ എന്താണ്, അവൻ്റെ മൂക്കിൻ്റെ പാലം തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ പോയിട്ട് എന്ത് ചെയ്യണം, അവൻ്റെ മൂക്കിനിട്ട് 4 ഇടി കൊടുക്കുകയാണ്. അപ്പം എന്തായി, അവിടെ ഇൻറ്റൻഷൻ ഉണ്ട്. അപ്പം ഇൻറ്റൻഷൻ ഉള്ള മനസ്സിനെ, അല്ലെങ്കിൽ തെറ്റ്, ഗിൽറ്റി മൈൻഡ്, തെറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള മനസ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക, മെൻസ്രിയ എന്ന് പറയുക. നമ്മൾ ലാറ്റിനിൽ, ഓക്കെ, ലാറ്റിൻ ഭാഷയിൽ തന്നെ എന്നെ വളരെയധികം സ്വാധീനിച്ച, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കുട്ടികളോടൊക്കെ പറയുന്ന 2 ഫ്രേസുകളിൽ ഒരു ഫ്രേസാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസാണ്. നോക്കൂ, എന്താണ്? ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ. ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ. A crime is not a crime unless it is accompanied by a guilty mind. Sorry, an act is not a crime. ഒരു പ്രവൃത്തി എന്തല്ല, ഒരു ക്രൈം ആകുന്നില്ല unless it is accompanied by a guilty mind. ഓക്കെ, അതാണ് ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ. അതുപോലെ എന്നെ വളരെയധികം സ്വാധീനിച്ച മറ്റൊരു ലീഗൽ മാക്സിമാണ് ഫിയറ്റ് ജസ്റ്റിഷ്യ റൗത്ത് കൗലം. ഫിയറ്റ് ജസ്റ്റിഷ്യ റൗത്ത് കൗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെറ്റ് ദി സ്കൈ വിതർ അവേ നോട്ട് ജസ്റ്റിസ്. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാവുക തന്നെ ചെയ്യും. ഫിയറ്റ് ജസ്റ്റിഷ്യ റൗത്ത് കോലം. അപ്പൊ നമ്മളെ പോയിന്റ് എന്താണ്? ഫിയറ്റ് ജസ്റ്റിഷ്യ അല്ല, നമ്മളത് എന്താണ്? ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ. ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ആ സംഭവം? നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് ഗിൽറ്റി മൈൻഡ് ഇല്ല എങ്കിൽ അതൊരു ക്രൈം അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്താണ്? ഗിൽറ്റി മൈൻഡ്. The second element which is an important essential of a crime is mens rea or guilty mind. In the entire field of criminal law, there is no important doctrine than that of mens rea. Okay, criminal jurisprudence നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ മെൻസ് റിയയോളം വലിയ, അല്ലെങ്കിൽ ഈ മെൻസ് റിയയോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ്, മെൻസ് റിയ. അപ്പോൾ അതാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ്, മെൻസ് റിയ. ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ. യെസ്, അതാണ് ഇവിടെ പറയുന്നത്. യെസ്, ഞാനത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ. ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ. ഇനി എന്താണ് മെൻസിട്രിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെൻസ്രിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ is a state of mind indicating the culpability which is required by a statute as an element of crime. അതായത് എന്താണ്? കുറ്റം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി, ആ കുറ്റം ചെയ്ത് പൂർത്തിയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? മെൻസ് റിയ. ഓക്കെ, അതൊരു മനസ്സിന്റെ അവസ്ഥയായിട്ടാണ് ലീഗൽ ജൂറിസ്പ്രുഡൻസ് കാണുന്നത്. അടുത്തതാണ് ഇന്റൻഷൻ. ഓക്കെ, ഇന്റൻഷൻ നമ്മളെപ്പോഴും തെറ്റിക്കുന്ന 2 വാക്കുകളാണ്.
ഇൻറ്റൻഷനും മോട്ടീവും. നമ്മളെപ്പോഴും തെറ്റിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇൻറ്റൻഷനും മോട്ടീവും. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയാം, എന്തിന് ചെയ്തു, എന്തിന് ചെയ്തു. എന്തിനാണ് ഒരു വ്യക്തി, എ എന്ന് പറയുന്ന വ്യക്തി എ ബിയെ കൊല്ലുന്നു. അപ്പം സ്വാഭാവികമായിട്ടും എന്തുണ്ട്, അല്ലെങ്കിൽ എയുടെ കയ്യാൽ ബി മരണപ്പെടുന്നു. അപ്പൊ ഇതിനൊരു മോട്ടീവ് ഉണ്ടായിരിക്കണം. എന്തിനാണ് എ ബിയെ കൊന്നത്, എന്തിനാണ് എ ബിയെ കൊന്നത് എന്നത് ഒരു മോട്ടീവ് ഉണ്ട്. ഇനി ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അതാണ് ഇൻറ്റൻഷൻ. അപ്പോൾ ഞാൻ പറയാണ് എയുടെ കയ്യാൽ ബി മരണപ്പെട്ടു. അപ്പോൾ ഒരു ഉദാഹരണം പറയാം ഞാൻ. എയും ബിയും തമ്മിൽ ചെറിയൊരു അതിർത്തി തർക്കം, എയും ബിയും തമ്മിൽ ചെറിയ ഒരു അതിർത്തി തർക്കം. അപ്പോൾ എ എന്ത് ചെയ്തു, എയും ബിയും തമ്മിലൊരു മതിലിൻ്റെ അപ്പുറം ഇപ്പുറയും നിന്നിട്ട്, ഒരു വേലിയുടെ അപ്പുറം ഇപ്പുറയും നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എയ്ക്ക് എന്ത് ചെയ്തു, എയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് എ ബിയെ ആ വേലിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, എ ബിയെ ആ വേലിയുടെ അടുത്ത് നിന്ന് മാറ്റുക എന്ന മാത്രം ഉദ്ദേശം കൊണ്ട് എയുടെ കയ്യിലിരുന്ന ഒരു കത്തി എടുത്തൊന്ന് വീശി. ഓക്കെ, അങ്ങനെ കത്തി എടുത്തൊന്ന് വീശിയ സമയത്ത് എയുടെ കഷ്ടകാലത്തിന് എന്ത് ചെയ്തു, ബിയുടെ കഴുത്തിൻ്റെ പ്രധാനപ്പെട്ട ഞരമ്പിലൊക്കെ കൊണ്ട് ഇതൊക്കെ മുറിഞ്ഞ് ബി അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം, ഇത് മർഡർ ആണോ, കൾപ്പബിൾ ഹോമിസൈഡ് ആണോ, അതോ ഡെത്ത് ഡ്യൂ ടു റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ട് ആണോ, ഡെത്ത് ഡ്യൂ ടു റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ട് ആണോ? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇത് കൾപ്പബിൾ ഹോമിസൈഡ് ആയിരിക്കും. കാരണം എന്താണ്, കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി അല്ല ചെയ്തത്, ഇൻറ്റൻഷൻ കൊല്ലുക എന്നതില്ലായിരുന്നു, യെറ്റ് മരണം സംഭവിച്ചു. ഈ മർഡർ വരണമെങ്കിൽ എന്താണ്, കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വെട്ടുന്നു, അപ്പോൾ അത് മർഡറായി. ഓക്കെ, വിത്തൗട്ട് അപ്പോൺ എ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ, ഒരു തീവ്രമായതോ പെട്ടെന്നുള്ളതോ ആയ പ്രകോപനത്തിൻ്റെ പുറത്തല്ലാതെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി വെട്ടിക്കഴിഞ്ഞാൽ അത് മർഡറായി. ഇതെന്താണ്, ഇത് കൊല്ലുക എന്ന ഉദ്ദേശത്തിൽ വെട്ടിയതല്ല, പക്ഷെ വെട്ട് മാറിക്കൊണ്ടു ആൾ മരിച്ചുപോയത് കൾപ്പബിൾ ഹോമിസൈഡായി. അപ്പോൾ ഇതാണ് ഇൻറ്റൻഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ കുറ്റം ചെയ്ത വ്യക്തി വിക്റ്റിമായ വ്യക്തിയോട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രവൃത്തി, അവിടെയാണ് ഇൻറ്റൻഷൻ കിടക്കുന്നത്. മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ചെയ്തത്, ഇവിടെ വരുമ്പോൾ എന്താണ്, സ്വത്ത് തർക്കത്തിൻ്റെ പുറത്താണ് ചെയ്തത്. യെസ്, പോയിന്റ് കിട്ടിയോ? ഇപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഞാനൊരു FIR കാണിച്ചു തരാം, ഒരു FIRൻ്റെ കോപ്പി കാണിച്ചു തരാം. യെസ്, അപ്പം ഞാൻ നിങ്ങൾക്ക് മോട്ടീവും ഇൻറ്റൻഷനും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ ഇവിടെ ഒരു FIR എടുത്തിട്ടുണ്ട്. അറിയാലോ, ക്രിമിനൽ നടപടിക്രമം CRPC, പഴയ CRPCയിലെ 184 വകുപ്പ് പ്രകാരം കൊടുക്കുന്ന ഡോക്യുമെൻ്റാണ് ഈ FIR എന്ന് പറയുന്നത്. ഇത് ഒരു കേസാണ്. ഓക്കെ, നമുക്ക് പരിചയമുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു കേസാണ്. സോ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക, FIRൻ്റെ ഉള്ളടക്കം എന്താണെന്നൊന്ന് നോക്കുക. ഇതൊരു 302 ചാർജ് ചെയ്ത ഒരു കൊലപാതക കുറ്റം ചാർജ് ചെയ്തിട്ടുള്ള FIR ആണ്. യെസ്, അപ്പം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. എന്താണ് പറയുന്നത്? യെസ്, 2/4/2024 സുമാർ 17 മണിയോടെ തിരുവാതി അംശം ദേശത്ത് നടുവത്ത് മനക്കപ്പടിയിൽ സ്ഥലത്ത് പരാതിക്കാരിയുടെയും കുടുംബവും താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് വെച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ പരാതിക്കാരിയുടെ ഭർത്താവായ പ്രതി കറിക്ക് കോഴിയിറച്ചി വാങ്ങാത്തതിലുള്ള വിരോധം വെച്ച് മുറ്റത്ത് ഓർക്കാപ്പുളിമരത്തിനടുത്ത് പാത്രം കഴുകിക്കൊണ്ടിരുന്ന പരാതിക്കാരിയുടെ ഉമ്മ സൽമത്ത് 56 വയസ്സ് 2024 എന്നിവരെ തേങ്ങയിടാൻ ഉപയോഗിക്കുന്ന കത്തിക്കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി എന്നും മറ്റും. അപ്പോൾ ഇവിടെ എന്താണ് മോട്ടീവ്? മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? കറിക്ക് കോഴിയിറച്ചി വാങ്ങിയില്ല. കറിക്ക് കോഴിയിറച്ചി വാങ്ങിയില്ല എന്നതുകൊണ്ട് എന്ത് ചെയ്തു? കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ അമ്മായിയമ്മയെ തേങ്ങയിടാൻ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. അതാണ് ഇവിടുത്തെ കേസ്. അപ്പോൾ നിങ്ങൾക്ക് മോട്ടീവും ഇൻറ്റൻഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പോയിന്റ് മനസ്സിലായോ? യെസ്, പോയിന്റ് മനസ്സിലായി എന്ന് കരുതുന്നു. ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതാണ് അവിടെ ഇൻറ്റൻഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ പോയിന്റ് കൂടി എന്ത് ചെയ്യുക? അപ്പോൾ ആ പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. യെസ്, സെറ്റ് അല്ലേ? ടു ഇൻറ്റൻറ്റ് ഈസ് ടു ഹാവ് എ മൈൻഡ്
a fixed purpose to reach the desired objective. It is used to denote the state of mind of a man who not only foresee but also desires the possible consequences of this conduct. അപ്പോൾ പോയിന്റ് മനസ്സിലായോ? അപ്പോൾ സംഭവം കിട്ടിയോ? ഇൻറ്റൻഷൻ എന്താണെന്ന് കിട്ടിയോ? അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ടു ഡു സംതിങ് ടു അച്ചീവ് ഹിസ് ഡിസയേർഡ് ഗോൾസ്. അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യം നടക്കുവാൻ വേണ്ടി എന്തും ചെയ്യുവാനുള്ള ഒരു മനസ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? എന്തും ചെയ്യുവാനുള്ള ഒരു മനസ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? ഇൻറ്റൻഷൻ എന്ന് പറയുക. യെസ്. അപ്പോൾ ഇനി നമുക്ക് ട്രാൻസ്ഫേർഡ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ട്രാൻസ്ഫേർഡ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വ്യക്തി, ശ്രദ്ധിക്കുക, എ എന്താണ് ആഗ്രഹിക്കുന്നത്? എ എന്ന് പറയുന്ന വ്യക്തിക്ക് ബി എന്ന് പറയുന്ന വ്യക്തിയെ കൊല്ലണം. ഓക്കെ, അതിനുവേണ്ടി എ എന്ത് ചെയ്യുന്നു? എ ഒരു കെണി ഒരുക്കുന്നു. എ കെണി ഒരുക്കുമ്പോൾ ബി വരുന്ന വഴിയിൽ എ എന്ത് ചെയ്യാണ്? ഒരു കുഴിയൊക്കെ കുഴിച്ച് അതിൻ്റെ അകത്ത് ഇച്ചിരി വിഷമുള്ളൊക്കെ കുത്തി നിർത്തി ബി കാലെടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ അകത്തോട്ട് വീണ് മേലെ മുഴുവൻ കമ്പിയൊക്കെ കുത്തി കയറി മരിച്ചു പോകുമെന്നാണ് എ കരുതുന്നത്. പക്ഷേ എയുടെയും സിയുടെയും നിർഭാഗ്യവശാൽ ബിക്ക് പകരം അവിടെ വന്ന് ആ കുഴിയിൽ വീണ് മരിച്ചത് ആരാണ്? സി ആയിപ്പോയി. ആ കുഴിയിൽ വീണ് മരിച്ചത് സി ആയിപ്പോയി. അപ്പൊ എൻ്റെ അടുത്ത ചോദ്യം വരുന്നത്, എയുടെ ഇന്റൻഷൻ ബിയെ കൊല്ലുക എന്നുള്ളതായിരുന്നല്ലോ. ബി മരിച്ചോ? ഇല്ല. ബി മരിച്ചോ? ഇല്ല. സി മരിക്കുകയും ചെയ്തു. അപ്പം എക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടോ? കാരണം എന്താണ്? സിയെ കൊല്ലുക എന്നുള്ളത് എന്തല്ല, എയുടെ ഉദ്ദേശമല്ല. അബദ്ധത്തിലാണ് സി വന്ന് ചാടി മരിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്ക് സിയെ കൊല്ലുക എന്ന ഉദ്ദേശം ഇല്ലായിരുന്നുവെങ്കിലും എക്ക് സിയെ കൊല്ലുക എന്ന ഉദ്ദേശം ഇല്ലായിരുന്നു എങ്കിലും എ മരിച്ചു എന്നതുകൊണ്ട്, ഓക്കെ, എ മരിച്ചു എന്നതുകൊണ്ട്, സോറി, എയുടെ പ്രവൃത്തിയാൽ സി മരിച്ചു എന്നതുകൊണ്ട് എന്താണ്? എ ഈസ് ലയബിൾ ഫോർ ദി മർഡർ ഓഫ് സി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫേർഡ് ഇൻറ്റൻഷൻ എന്ന് പറയുക. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫേർഡ് ഇൻറ്റൻഷൻ എന്ന് പറയുക. അപ്പോൾ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. യെസ്, അതാണ് ട്രാൻസ്ഫേർഡ് ഇൻറ്റൻഷൻ. Where a person intends to commit a particular crime and brings about the elements which constitute that crime, he may be convicted notwithstanding that the crime takes effect in a manner which he unintended or unforeseen. അപ്പോൾ എന്താണ്? അദ്ദേഹം ഒരു ക്രൈം നടത്താനുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തി, പക്ഷെ സംഭവം എന്ത് പറ്റി? അദ്ദേഹത്തിൻ്റെ ക്രൈം പാളിപ്പോയി. ഓക്കെ, അദ്ദേഹം ഒരു ക്രൈം നടത്താനുള്ള നടപടിയൊക്കെ ചെയ്തു, പക്ഷെ അത് പാളിപ്പോയി, അതിന് വിപരീത ഫലം ചെയ്തു, അല്ലെങ്കിൽ അതിന് പാവപ്പെട്ട മറ്റൊരാളാണ് മരണപ്പെട്ടത്. അപ്പൊ ചോദ്യം ഇതാണ്, അവിടെ ലയബിലിറ്റി ഉണ്ടോ? ഉത്തരം ലയബിലിറ്റി ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ തരുന്നുണ്ട്. എന്താണ്? എ intends to kill B by poisoning. A places a glass of milk with poison on the table of B, knowing that at the time of going to bed, B takes glass of milk. On that fateful night, instead of B, C enters the bedroom of B and takes the glass of milk and dies. In consequence, A is liable for killing C. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? എക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. A is liable for killing C, though എന്താണ്? Though A never intended to kill C, A is liable for killing C. This is under the principle of transferred intention or malice. അപ്പം ആ പോയിന്റ് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഒരു ക്രൈം നടക്കാനുള്ള ഒന്നാമത്തെ പോയിന്റ് ഹ്യൂമൻ ബീങ് ആയിരിക്കണം. ക്രൈം നടക്കാനുള്ള രണ്ടാമത്തെ പോയിന്റ് എന്താണ്? മെൻസ്ട്രിയ ഉണ്ടായിരിക്കണം. ക്രൈം നടക്കാനുള്ള മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്രൈം നടക്കാനുള്ള മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇന്റൻഷൻ
ഉണ്ടായിരിക്കണം. യെസ്, അപ്പോൾ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. യെസ്, നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സോറി, നാലാമത്തത് എന്താണ്? നാലാമത്തത് ഇഞ്ചറി ടു ഹ്യൂമൻ ബീങ്. അപ്പം ഈ ഇഞ്ചറി ടു ഹ്യൂമൻ ബീങ്, ഇവിടെ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ഇഞ്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കൽ ആകാം, സൈക്കോളജിക്കൽ ആകാം, സോഷ്യൽ ആകാം, റെപ്യൂട്ടേഷണൽ ആകാം. ഒരാളെ നമ്മൾ ശാരീരികമായി മുറിവേൽപ്പിക്കുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, കത്തികൊണ്ട് കുത്തുന്നു, അത് ഫിസിക്കൽ ഇഞ്ചുറിയാണ്, അതിന് കേസെടുക്കാം. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? സൈക്കോളജിക്കൽ. ഒരുത്തൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നു. ഓക്കെ, അവൻ അതേ തുറന്നു പോയി ആത്മഹത്യ ചെയ്യുന്നു. അല്ലെങ്കിൽ മനസ്സ് വിഷമം കാരണം എന്താണ്? അദ്ദേഹത്തിന്, ഒരു വ്യക്തിക്ക് സമൂഹത്തിലുണ്ടായിരുന്ന സൽപ്പേര് നമ്മുടെ നാവിൻ്റെ ഗുണം കൊണ്ട് നമ്മളത് ഇല്ലാതെയാക്കുന്നു, അത് പറയാൻ പറ്റും. ഓക്കെ. അടുത്തത് പ്രോപ്പർട്ടിയിലാണ്. എന്താണ്? ഒരു വ്യക്തിക്കുള്ള പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി നമ്മൾ ഇല്ലീഗൽ എൻക്രോച്ച്മെൻറ്റുകൾ നടത്തുന്നു. അപ്പോൾ അതെന്ത് ചെയ്യും? അതിൻ്റെ പരിധിയിൽ വരും. നാലാമത്തെ എന്താണ്? റെപ്യൂട്ടേഷൻ. ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള റെപ്യൂട്ടേഷൻ ഇല്ലാതെയാക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ ഇഞ്ചുറി എന്ന് പറയുക. പിന്നെ ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനും വരും, സൊസൈറ്റിയും വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദി ഫോർത്ത് എലമെന്റ് ആസ് വി ഹാവ് പോയിന്റഡ് ഔട്ട് എബവ് ഈസ് ആൻ ഇഞ്ചുറി ടു അനദർ ഹ്യൂമൻ ബീങ് ഓർ ടു ദ സൊസൈറ്റി അറ്റ് ലാർജ്. This injury to another human being should be illegally caused to any person in body, mind, reputation or property. Body, mind, reputation or property കോസ് ചെയ്യുന്നതായിരിക്കണം. യെസ്, പോയിന്റ് കിട്ടിയോ? Therefore, yes, therefore എന്താണ് വരിക? Therefore, it becomes clear that the consequence of harmful conduct may not only cause bodily harm to another person, it may also cause harm to his mind, to his property or to his reputation. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മൾ ഈ ഇഞ്ചുറി എന്ന് പറഞ്ഞതിൻ്റെ പരിധിയിൽ വരും. അതുപോലെ ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞതിൽ ഹ്യൂമൻ ബീങ്ങും വരും, സൊസൈറ്റിയും വരും. Sometimes by harmful conduct or injury is caused to another human beings, yet the act may be, no injury is caused to another human being, yet the act may be liable as a crime, because in such case harm is caused to the society at large. ഒരു വ്യക്തിക്ക്, ഇപ്പം നമ്മൾ ഈ മുറിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്, രാജ്യത്തിനെതിരെ സംഘം ചേരുവാനും കലാപങ്ങൾ നടത്തുവാനും ഗൂഢാലോചന നടത്തുന്നു. IPC 120B ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നമ്മളിവിടെ ഗൂഢാലോചന നടത്തുന്നു. അപ്പോൾ എന്താണ്? അതുകൊണ്ട് മറ്റാർക്കും ഒരു ഇഞ്ചുറിയും ഉണ്ടാകുന്നില്ല. പക്ഷേ എന്താണ്? ദ ഇൻട്രസ്റ്റ് ഓഫ് ദ നേഷൻ ഹാസ് ബീൻ പുട്ട് ഓൺ ത്രെറ്റ്. അപ്പോൾ നമ്മളത് നോക്കും. All the public officers, especially all the public offences, especially offences against the state, example treason, sedition, etc., are instances of such harms. They are treated to be very grave offences and punished very severely also. Yes, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താക്കേണ്ടത്? നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്രൈമിൻ്റെ ഡെഫിനീഷൻ പഠിച്ചു, ക്രൈമിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് പഠിച്ചു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ജനറൽ എക്സെപ്ഷൻസ് ആണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു. എല്ലാം ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല, എല്ലാം ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.